ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കപ്പ കൊണ്ടാണ് ചെയ്യുന്നത്. കപ്പ ഉലർത്ത്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു കപ്പ കുഴച്ചതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കണ്ട് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കപ്പ ഉലർത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. കപ്പ ഉലർത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കപ്പയാണ്. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. ഈ കപ്പ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാനിൽ വെച്ചും വേവിക്കാം. പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കപ്പ കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 2-3 വിസിൽ വരുന്നത് വരെ കപ്പ ഒന്ന് വേവിക്കണം. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ സ്റ്റീം പോകാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. കപ്പ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കപ്പ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഈ പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇനി വേവിച്ച കപ്പ നമുക്ക് ഇതുപോലുള്ള ഒരു അരിപ്പപാത്രത്തിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. കപ്പ ഉലർത്തുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള അരിഞ്ഞത് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ചെറിയ ഉള്ളി തന്നെ ഇതിന് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചതും കാശ്മീരി ചില്ലിപ്പൊടിയുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തൊരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മുളക് ചതച്ചത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 3-4 മിനിറ്റും കൂടെ സ്റ്റവിൽ വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കപ്പ ഉലർത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. ഇത് നമുക്ക് കറി കൂട്ടിയോ അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിലും കഴിക്കാം. മീൻകറി, ചിക്കൻ കറി ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.